ഹലോ എവരിവൺ, വെൽക്കം ടു കൊമേഴ്സ് ക്ലാസ് റൂം. ഈ മാസം 29-ന് നടക്കുന്ന ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് എന്ന പാർട്ടിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, which function is regarded as the essence of management? മാനേജ്മെന്റിന്റെ എസെൻസ് എന്നറിയപ്പെടുന്ന ഫംഗ്ഷൻ ഏതാണ്? എ പ്ലാനിംഗ്, ബി ഡയറക്റ്റിംഗ്, സി കോർഡിനേറ്റിംഗ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കോർഡിനേറ്റിംഗ് is the essence of management. The next one is spirit decops means. എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. എന്താണ്? യൂണിയൻ ഈസ് സ്ട്രെങ്ത്. The next, Elton Mayo is associated with A 3D model, B managerial grid, C Hawthorne studies, D none of the above. C ആണ് കറക്റ്റ് ആൻസർ. Hawthorne studies ആണ് എൽട്ടൺ മായോയുമായി ബന്ധപ്പെട്ട് വരുന്നത്. Then guidelines for action is termed as. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A program, B policy, C procedure, D none of the above. Program ആണ് കറക്റ്റ് ആൻസർ. Next one, which of the following can be delegated in management? താഴെ പറയുന്നവയിൽ ഏതാണ് ഡെലിഗേറ്റ് ചെയ്യാൻ കഴിയുന്നത്? എ അതോറിറ്റി, ബി റെസ്പോൺസിബിലിറ്റി, സി ബോത്ത് ഓഫ് ദി എബോവ്, ഡി നൺ ഓഫ് ദി എബോവ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്. The next, which of the following type of organization is the oldest method? ഇത് PSC എക്സാമിനൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുമാണ് അല്ലെ. ലൈൻ ടൈപ്പ് ഓർഗനൈസേഷൻ ആണ് ഓൾഡസ്റ്റ് മെത്തേഡ്. Then need based theory of motivation was invented by A McGregor, B Peter Drucker, C Elton Mayo, D Maslow. Maslow's need hierarchy theory ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പിരമിഡ് ഒക്കെ വരച്ചിട്ട്. The next, functional method of organization was invented by A F.W. Tyler, B Henry Fayol, C Robertson, D എൽട്ടൺ മായോ. ഓപ്ഷൻ എ ആണ് F.W. ടൈലർ. ടൈലറുടേതാണ് ഫങ്ഷണൽ മെത്തേഡ് ഓഫ് ഓർഗനൈസേഷൻ. ആ തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ഇവിടെ കുറച്ച് മാനേജ്മെന്റ് തിങ്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ അവരൊക്കെ ഏതിന്റെ ഒക്കെ ഫാദർ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റും. വളരെ യൂസ്ഫുൾ ആയിരിക്കും. ദെൻ നോക്കാം. ഫസ്റ്റ് വൺ, ഫാദർ ഓഫ് ബിഹേവിയറൽ സയൻസസ്. ബിഹേവിയറൽ സയൻസിന്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? ചെസ്റ്റർ ഐ ബർണാർഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചെയ്തു എന്ത്? മാനേജ്മെന്റ് ഈസ് എ സോഷ്യൽ സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് കേട്ടോ. അപ്പോൾ ചെസ്റ്റർ ഐ ബർണാർഡ് ഫാദർ ഓഫ് ബിഹേവിയറൽ സയൻസിന്റെ ഫാദറും കൂടെയാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞത് കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ദ നെക്സ്റ്റ് സെക്കൻഡ് വൺ, ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻ. ഹ്യൂമൻ റിലേഷൻസ് ഫാദർ എന്ന് പറയുന്നത് എൽട്ടൺ മേയോ ആണ്. എൽട്ടൺ മേയോയുടെ ഹാവ്തോൺ എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ട് അല്ലെ. എൽട്ടൺ മേയോ ആണ് ഈ ന്യൂ ക്ലാസിക്കൽ അപ്രോച്ചിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നതും എൽട്ടൺ മേയോ ആണ്. അതേപോലെ ബിഹേവിയറൽ അപ്രോച്ച് അല്ലെ, അതൊക്കെ എൽട്ടൺ മേയോ ആണ് എന്ന് മനസ്സിലാക്കുക. അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ബിഹേവിയർ ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഹ്യൂമൻ പ്രോബ്ലംസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് ഈ ഹാവ്തോൺ സ്റ്റഡീസിന്റെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ബുക്ക് ഉള്ളത്. ആ ഒരു സ്റ്റഡിയെ പറയുന്ന പേരാണ് ഹാവ്തോൺ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒബ്സർവർ ഇഫക്റ്റ് ഒക്കെ ഒന്ന് പറയാറുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ 4 എക്സ്പെരിമെന്റ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഇല്ലുമിനേഷൻ എക്സ്പെരിമെന്റ് ഒക്കെ അതിൽ പെട്ടതാണ്. അതേപോലെ റിലേ അസംബ്ലി, ടെസ്റ്റ് റൂം, മാസ് ഇന്റർവ്യൂ പ്രോഗ്രാം ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകളാണ്. ദെൻ പിന്നീട് വരുന്നതാണ് ഫാദർ ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഫാദർ ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആരാണ്? F.W. ടൈലർ ആണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന്റെ ഫാദർ എന്ന് പറയുന്നത് F.W. ടൈലർ ആണ്. ദെൻ ഫാദർ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് ഫാദർ എന്ന് പറയുന്നത് റോബർട്ട് ഓവൺ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫാദർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ ഫാദർ എന്ന് പറയുന്നത് ഹെൻറി ഫയോൾ ആണ്. ഫയോളുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. ഫാദർ ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ്, അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫങ്ഷണൽ മാനേജ്മെന്റിന്റെ ഒക്കെ ഫാദർ ഹെൻറി ഫയോൾ ആണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മോഡേൺ മാനേജ്മെന്റിന്റെ ഫാദർ എന്ന് പറയുന്നത് പീറ്റർ എഫ് ഡ്രക്കർ ആണ്. ദെൻ ലാസ്റ്റ് വൺ, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഓൾസോ F.W. ടൈലർ ആണ് കേട്ടോ.
അപ്പോൾ FW ടൈലർ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന്റെ ഫാദറും അതേപോലെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദറും തന്നെയാണ് FW ടൈലർ ആണ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. എക്സ് തിയറി അതേപോലെ വൈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഡഗ്ലസ് മെക്ഗ്regor അല്ലെ. മെക്ഗ്regorയുടെ തിയറിയാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ, ഗ്രിഗേറിയൻ തിയറി എന്നൊക്കെ പറയും. ദെൻ സോഷ്യൽ സയന്റിസ്റ്റ് ഇറ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ? ആഫ്റ്റർ 1950 ആണ് സോഷ്യൽ സയന്റിസ്റ്റ് ഇറ. ദെൻ ഹെൻറി ഫയോളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1841 to 1925 ആണ്. ദെൻ ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ, FW ടൈലറുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1856 to 1915 ആണ്. ദെൻ ലാസ്റ്റ് ദ മാനേജ്മെന്റ് തിയറി ജംഗിൾ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഹാരോൾഡ് കൂൺസ് ആണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാരോൾഡ് കൂൺസിന്റെ ദ മാനേജ്മെന്റ് തിയറി ജംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമ്മുടെ ലേണിംഗ് ആപ്പായ ഈസികോംസ് എന്ന ആപ്പിലൂടെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിലവിൽ ആപ്ലിക്കേഷനിൽ മാനേജ്മെന്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തുടങ്ങിയ സബ്ജക്റ്റിന്റെ ഒരുപാട് MCQ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യാം. എത്ര സ്കോർ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. നിങ്ങളുടെ സബ്ജക്ട് നോളജ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് സീരീസും അതേപോലെ സ്റ്റഡി മെറ്റീരിയൽസും അതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തുടങ്ങിയ സബ്ജക്റ്റിന്റെ ഒക്കെ ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സിന്റെ വീഡിയോ ക്ലാസ്സസും സ്റ്റഡി മെറ്റീരിയൽസ്, MCQ ടെസ്റ്റ് സീരീസ് ഒക്കെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതും കോഴ്സായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ക്ലാസ്സസ് എക്സാം കഴിഞ്ഞ ശേഷം മറ്റുള്ള PSC എക്സാമുകൾക്കൊക്കെ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ പീരീഡ് നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ്. MCQ ടെസ്റ്റ് സീരീസും അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള MCQ ടെസ്റ്റ് സീരീസ് ആണ്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു all.